ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിനു ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഒരു 5 മണിക്കൂർ സ്പീഡ് ബോട്ടിലുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ നേരെ എൻ്റെ ഐലൻഡിൽ നിന്ന് മാലയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ യാത്രാ വിവരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോണത്. ഇവിടെ നോർമലി നമ്മൾ ഒരു ലോഞ്ച് എന്ന് പറയും. ലോഞ്ച് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഒരു വലിയ സ്പീഡ് ബോട്ടാണ്. ഏകദേശം 40 to 50 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോഞ്ചാണ്, സ്പീഡ് ബോട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ചെല്ലാം. 7 മണിക്കാണ് നമ്മുടെ ലോഞ്ചിൻ്റെ ടൈം. അപ്പോൾ ലോഞ്ച് നേരത്തെ കൊണ്ട് നിർത്തിയിട്ടേക്കുവാണ് കേട്ടോ. ഇതേ ആ കാണുന്നതാണ് ലോഞ്ച് സ്പീഡ് ബോട്ട്. ഇതാണ് ഐറ്റം. അത്യാവശ്യം നല്ല വലുതാട്ടോ. 250 യമഹ 250 cc 1, 2, 3, 4 എഞ്ചിനാണുള്ളത്. അതായത് 1000 4 സ്ട്രോക്ക് യമഹ. ഇതാണ് ലോഞ്ച് ക്രിസ്റ്റൽ സ്പീഡ്. മെയിൻറ്റെയിൻ ചെയ്തു. അത്യാവശ്യം വലിയ ലോഞ്ചാണ് കേട്ടോ, വലിയ ബോട്ട്. ഇപ്പോൾ സമയം 6:52. ഇനി 8 മിനിറ്റും കൂടെ ഉണ്ട്. നമ്മുടെ ദ്വീപിൽ നിന്ന് ഇവിടെ നിന്ന് ആൾക്കാർ പോകാനായിട്ടുണ്ട് കേട്ടോ. അതെ, ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളവരാണ്. അകത്തേക്കുള്ള എൻട്രി. അകത്ത് കയറി. പിന്നെ ഇതിൽ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ്. ഇതുണ്ടോ, നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അത്യാവശ്യം നല്ല ക്ലീൻ ആക്കിയാണ് ഇട്ടേക്കണത്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസിക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നമുക്ക് ടോയ്ലറ്റിൽ പോകാം. ഇത് ജസ്റ്റ് ലോക്ക് ചെയ്യുക. അതായത് നമ്മുടെ ബോട്ട് ക്രൂ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ജസ്റ്റ് അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് കൂടി അറിയത്തില്ല. ആ രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തേക്കണേ. നൈസായിട്ടിരുന്ന് നമുക്ക് പോവാം. ഡിപ്പനായിട്ട് പോകാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. ഇത് എൻജിനാണ്, എൻജിൻ്റെ സെറ്റ് ഇത് സൈഡാണ്. ഇതുണ്ടോ, 4 എൻജിനാണ്, നല്ല പവർഫുൾ എൻജിനായിട്ടുള്ള. പിന്നെ വേറൊരു വെച്ചാൽ ലൈഫ് ജാക്കറ്റ് എല്ലാ സീറ്റിൻ്റെയും തൊട്ടടുത്ത് തന്നെ അവർക്കുള്ള ലൈഫ് ജാക്കറ്റും വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അവർക്കുള്ള ലൈഫ് ജാക്കറ്റും വെച്ചിട്ടുണ്ട്. എല്ലാ സീറ്റിലും ഉണ്ട് കേട്ടോ. അത് എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോഴത്തേക്ക് മാത്രമേ ഇവർ ലൈഫ് ജാക്കറ്റ് ഇടത്തുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ നോർമലി യാത്ര ചെയ്യുമ്പോഴത്തേക്കും ലൈഫ് ജാക്കറ്റ് അങ്ങനെ ഇടാറില്ല. ഇതാണ് അവരുടെ ബോട്ട്. പിടിച്ചു വെച്ചാൽ ഞങ്ങളുടെ പൊളിച്ചൊരു പോക്കാണ്. നമ്മുടെ ദ്വീപിൽ നിന്നുള്ള ആൾക്കാരെല്ലാം വന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്കിതിൽ വേറെ എവിടെ വേണോ ഇരിക്കാന്നാണ് തോന്നണേ. ഹായ്, മൂവ് ചെയ്യാൻ തുടങ്ങി. സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓനെ ഇനി ഇങ്ങോട്ട് പൊളിച്ചു വെച്ചൊരു പോക്കാണിത്. ഇപ്പൊ നേരെ നമ്മുടെ ഹാർബറിൽ നിന്ന് വെളിയിലിറങ്ങി സ്പീഡ് കൂടി സ്പീഡായിട്ടാ.
ഏകദേശം 5 മണിക്കൂറാണ് യാത്ര ഉള്ളത്. 5 മണിക്കൂർ യാത്ര ചെയ്താണ് നമ്മൾ മാലയിൽ പോണത്. ഇതുപോലെ തന്നെ നല്ല നൈസ് വൈബായിരിക്കും, ഒന്നും അറിയണ്ട. ഇപ്പോൾ ഈ അത്യാവശ്യം നല്ല കാമായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് പോകാൻ പറ്റും. നമുക്ക് എന്തായാലും ഇനി മാലയിൽ ചെന്ന് അടുത്തത് കാണാം. നൈസായിട്ട് വളച്ച് കൊണ്ടാണ് നിർത്തിയേട്ടാ. മാല എത്തി. സവാരി ബോട്ടുകളാണ്. അങ്ങനെ ഫൈനലി നമ്മൾ മാലയിലെത്തി. പാസ്സായിട്ടോ. അങ്ങനെ നമ്മൾ മാലയിലെത്തി കേട്ടോ. ഫൈനലി നമ്മൾ മാൽദീവ്സിലെത്തി കേട്ടോ. സോറി, മാലയിലെത്തി. ഇതാണ് ഇവിടുത്തെ ഹാർബറാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഒന്ന് മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റ് ആവണം. എന്നിട്ട് നമുക്ക് മാല ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ച് കറങ്ങണമെന്നാണ് പ്ലാൻ.